എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. കരിങ്ങണ്ണ് പറ്റുക, കരിനാവ് ഉണ്ടാവുക, കുട്ടികളൊക്കെ കൊതി പറ്റി എന്ന് പറയുക, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മലവാരപരമായിട്ട് നാട്ടുമന്ത്രങ്ങളാണുള്ളത്. ഇത് താന്ത്രികപരമായിട്ടുള്ള പൂജാവിധാനത്തിലൊന്നും ഇതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ഈ കരിങ്ങണ്ണ്, കരിനാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന മന്ത്രത്തേക്കാൾ എഫക്റ്റീവ് മന്ത്രങ്ങൾ, ശത്രുബാധ മന്ത്രങ്ങളും അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നാട്ടുമന്ത്രം. ഇതിൽ മലവാര മന്ത്രം എന്ന് പറയും, ഈ നാട്ടുമന്ത്രം എന്ന് പറയും. ചില ഭാഗത്തൊക്കെ അങ്ങനെ പറയാം. പൂർവികരായിട്ട് ചില ആളുകൾ കാണാം, കുട്ടികൾ തീരെ ഭക്ഷണം കഴിക്കണില്ല, കൊതി പറ്റി തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല, കരിങ്ങണ്ണ് പറ്റി തോന്നുന്നുണ്ട്, മുഖത്തൊക്കെ ആകെ മങ്ങല് പറ്റിയെടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെ ഈ ഭക്ഷണം കഴിക്കായിക വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിന് കൊതി പറ്റുക എന്നാണ് പറയുക ആൾക്കാരൊക്കെ. കാരണം നമ്മൾ കഴിക്കുന്നത് മറ്റൊരാൾ നോക്കി നിന്ന് ഇങ്ങനെ വെള്ളമിറക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റിനെയാണ് കൊതി പറ്റുക എന്ന് പറയും. അത് പല സ്ഥലങ്ങളിലും പല പേരൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ എന്നിരുന്നാലും ഇതാണ് ആവശ്യം, കാര്യം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് മറ്റൊരാൾ നോക്കി നിന്ന് ഇങ്ങനെ രുചി ഇറക്കുക, വെള്ളമിറക്കി ഇങ്ങനെ കാക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഭക്ഷണത്തിനോട് വിരക്തി വരും. കൂടുതൽ പറ്റിയ കുട്ടികൾക്കൊക്കെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ മത്സ്യമാംസം കഴിക്കുന്നത് നായ നോക്കി നിന്നാൽ പോലും ഇതുണ്ട്. നായയ്ക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പ്രകൃതിയുടെ ഈ കൊതി പറ്റുന്ന ഒരു സംഭവം. അത് നോക്കി നിന്നിട്ട് ഇങ്ങനെ വെള്ളമിറക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു രുചിയില്ലായ്മയും ഒക്കെ വരും, ആ കൊതി പറ്റുകയെന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ മന്ത്രം കല്ലുപ്പിൽ ജപിച്ചിട്ട് നമ്മൾ കഴിച്ചാൽ മതി. അതാണ് ഇത്. ഈ മന്ത്രം എന്താണെന്ന് വെച്ചാൽ കരിപ്പൊടി നേരം ഒരു 6 മണി കഴിഞ്ഞാൽ അത് ചെല്ലാൻ പാടില്ല. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽ ഇങ്ങനെ വെള്ളം ഊതിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഇത് വെള്ളം ഊതിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കല്ലുപ്പിലാണ് ഇത് ജപിക്കുക. 27 തവണയാണ് നമ്മളിത് ജപിക്കേണ്ടത്. ഇനി അതിന് കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം. എന്നിട്ട് ഈ കല്ലുപ്പ് ഒരു ടീസ്പൂൺ കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാവും, അല്ലെങ്കിൽ സ്വൽപ്പെട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ കൊതി പറ്റിയതാണ്ട് പോയി അവർ ഭക്ഷണം കഴിക്കലും ഛർദ്ദിക്കാൻ വരലും ഓക്കാനിക്കാൻ വരലും ഒക്കെ മാറി നല്ല രീതിയിലാവും. ഇത് തന്നെ കരിങ്ങണ്ണ് പറ്റിയെന്ന് പറയും. ഈ കരിങ്ങണ്ണ് പറ്റിയെന്ന് പറഞ്ഞ ആളുകൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ ഭംഗിയിലൊക്കെ ഒരുങ്ങിയിട്ട് എവിടേക്കെങ്കിലും കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ചില മഹാശക്തികളുണ്ട്. കാരണം അവർ എന്നിട്ട് നമ്മളോട് പറയും, അയ്യോ നല്ല രസമായിട്ടുണ്ടല്ലോ എന്ന് പറയും. അതിനുശേഷം നമുക്ക് മുഖത്തിനൊക്കെ ഒരു മങ്ങലായിരിക്കും. അത് കരിങ്കണ്ണന്മാർ എന്നാണ് അതിന് പറയുക ഈ ആൾക്കാരെയൊക്കെ. പക്ഷേ അവർ ദോഷമായിട്ടൊന്നും പറയില്ല, അവരൊക്കെ നന്നായിട്ട് പുകഴ്ത്തിയിട്ടാണ് പറയുക. പിന്നീട് ആ സാധനത്തിൻ്റെ മുകളിൽ തിരിഞ്ഞു നോക്കണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഇതൊരു സ്വല്പം വെള്ളത്തിൽ ഇതൊരു 27 പ്രാവശ്യമോ 54 പ്രാവശ്യമോ ചൊല്ലിയതിന് ശേഷം നന്നായി കഴുകി കഴിഞ്ഞാൽ ആ സംഭവം മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യാം. അതിനൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഇതാണ് ഈ ഇങ്ങനെ ഇതുപോലുള്ള കരിങ്ങണ്ണുകൊണ്ട് പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോകാൻ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതുകൊണ്ട് തന്നെ ചില ആളുകൾക്കൊക്കെ എന്ന് വെച്ചാൽ അരിമ്പൂവ് അല്ലെങ്കിൽ അരി ഒക്കെ എടുത്തിട്ട് ഇവരെ നെറുകയിലേക്ക് എറിയും. കാരണം ഇവിടേക്ക് നോക്കിയിട്ടാണ് ഇത് എറിയുക. ഇതിലിങ്ങനെ നോക്കി 28 പ്രാവശ്യം അല്ലെങ്കിൽ 27 പ്രാവശ്യം ജപിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നേരെ നെറ്റിയിലേക്ക് ഇവിടേക്കാണ്ട് എറിയും. എറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ദൃഷ്ടിബാധ എന്നുള്ളതൊക്കെ പോകും. അങ്ങനെ ഈ ഒരു മന്ത്രം കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊരു നാട്ടുമന്ത്രമാണ്, ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഇതൊക്കെ സ്ത്രീകളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മക്കൾക്കൊക്കെ ഈ കൊതിപ്പറ്റലും ഈ ദൃഷ്ടിബാധയും ഒക്കെ വന്നിട്ട് ഒരു ഉത്സാഹക്കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്പിൽ വെള്ളത്തിലോ ജപിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പം തന്നെ ഈ മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്ന് പറയുന്ന പോലെ ഈ മന്ത്രത്തിൻ്റെതായിട്ടുള്ള പ്രകമ്പനം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിനൊക്കെ അങ്ങേയറ്റം എഫക്റ്റീവാണ്. മുഖം മങ്ങിയ പോലെ തോന്നുക, തീരെ ഉത്സാഹമല്ല, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണം പോലെയാണ്, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ജപിച്ചിട്ട് അവർക്ക് മുഖം കഴുകലും കുടിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റായി വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ മന്ത്രം എന്ന് പറയുന്നത്. ഇത് നന്നായി എഴുതിയെടുത്തിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളത് ബൈഹാർട്ടാക്കി വെക്കുക. ഓം ദേവ നാവറ്റ് പിശാശ്ച നാവറ്റ് നാവൂറിട്ടവൻ നാവറ്റ് നാവും പല്ലും വെന്തു ഇടിഞ്ഞതാരേ പോലെ നാവേറിട്ടവൾ നാവറ്റുപോക സ്വാമിയൻ ഗുരുവിനാണേ സ്വാഹ.
ഇതാണ് നമ്മളിത് എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുത്തിട്ട് ബൈഹാർട്ടാക്കുക. 108 തവണയാണ് ജപിക്കേണ്ടത്. അത് സാധാരണ നല്ലത്. അതിൻ്റെ കുറച്ചാണ്, പകുതിയാണ് 54, അതിൻ്റെ പകുതിയാണ് 27. അപ്പോൾ നമുക്ക് സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ജപിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലമാണ്. ഇത് വൈകിട്ട് സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഒരു കരിപ്പൊടി നേരം 6 മണിക്ക് ശേഷം ഇത് ജപിക്കാറ് പതിവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫലം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം, ക്ഷുദ്രാഭിചാര, ശത്രുബാധ, ദുർമൂർത്തി, പ്രാർത്ഥന, സ്തംഭന, വശീകരണം, മാരണ, ദോഷദുരിത പരിഹാരങ്ങളുടെയൊക്കെയാണ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.